ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഗഗനചാരി എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ തിയേറ്റർ റീമേക്ക് ആയിട്ട് വരുന്ന ഒരു പടമാണ് ബേബി ജോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. വരുന്നവാനാണ് പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ആളുടെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ ഇറക്കിയിരുന്നു, അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പരത എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പുതിയ പോസ്റ്ററും പുറത്തിട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അനുപമ പരമേശ്വരനും ദർശന രാജേന്ദ്രനും സംഗീതമൊക്കെയാണ് പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്ററിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത് അനുപമ പരമേശ്വരനാണ്. പിന്നെ ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ 16-ാം തീയതിയാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മാരുവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ പടം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ മെയ് 10-ാം തീയതി പറഞ്ഞു കേൾക്കുന്നുണ്ട്, അന്ന് റിലീസാവും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഹരം ഹര എന്ന് പറഞ്ഞിട്ടുള്ള സുധീർ ബാബുവിൻ്റെ വരാൻ പോണ പടമാണ്. മെയ് 31-ാം തീയതിയാണ് പടം റിലീസാവുക എന്നുള്ള റിഷീൻ്റെ ഒരു പുതിയ പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അക്ഷയകുമാറിൻ്റെ അടുത്ത് വരാൻ പോണ പടങ്ങളിൽ ഫസ്റ്റത്തെ സർഫിറ എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്, അത് ജൂലൈ 12-ാം തീയതി റിലീസാവുന്നതാണ് കേൾക്കുന്നത്. പിന്നെ കേൽമേൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം സെപ്റ്റംബർ 6-ാം തീയതി പുറത്തിറങ്ങുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൈ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഒക്ടോബർ 2-ാം തീയതി പുറത്തിറങ്ങുന്നതാണ് കേൾക്കുന്നത്. പിന്നെ വെൽക്കം ടു ദ ജംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്, അത് ഈ വർഷം ഡിസംബറിലായിട്ടായിരിക്കും റിലീസാവുക. അപ്പോൾ ഈ വർഷം 5 പടങ്ങളായിട്ടാണ് റിലീസാവുന്നുണ്ട്. ഒന്ന് പടമിയാൻ ചോട്ടമിയാനായിരുന്നു, ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞ്. പിന്നെ ദിലീപിൻ്റെ പവി കെയർ ടേക്ക് കെയർ എന്ന് പറഞ്ഞ പടം ഏപ്രിൽ 26-ാം തീയതി റിലീസായിട്ടുണ്ടായിരുന്നു. പടത്തിന് നല്ല അഭിപ്രായമാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദിലീപിൻ്റെ ടിപ്പിക്കൽ പടം മാതിരിയൊക്കെ തന്നെ എന്നുള്ളതാണ് മെയിനായിട്ട് നെഗറ്റീവായി പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ദിലീപിൻ്റെ പണ്ടത്തെ കോമഡീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ പടം ഇഷ്ടപ്പെടുന്നുള്ളതാണ് കേൾക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ബാക്കിയുള്ളവരുടെ പബ്ലിക് റിവ്യൂ അനുസരിച്ച് പറഞ്ഞിട്ടുള്ളതാണിത്. പിന്നെ ഫസ്റ്റ് ഡേയിൽ പടത്തിന് കിട്ടിയിട്ടുള്ള 1.10 കോടിയാണ്. മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കുറവ് തന്നെയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ തന്നെയാണ്. പിന്നെ ഡിയർ എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ജീവി പ്രകാശും ഐശ്വര്യ രാജേഷും അഭിനയിച്ച പടമാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്ന് പറഞ്ഞ 5 ഭാഷകളിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷിൻ്റെ 51-ാമത്തെ പടം, ആ പടത്തിൻ്റെ രശ്മികാന്തൻ്റെ പോർഷന് മാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ആൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത്. കൺഫേം ആവുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുബേര ടീം മുംബൈയിൽ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പടം നീമ്പോളിൻ്റെ മുക്കായിൽ എന്ന് പറഞ്ഞ പടത്തിൽ ഉണ്ണിമുന്റെ അഭിനയിച്ച കഥാപാത്രമായിരുന്നു മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ഹീറോ രീതിയിലുള്ള പടമാണ് മാർക്കോ എന്ന് പറഞ്ഞിട്ട് വരാൻ പോണത്. അതിൻ്റെ പൂജ നടക്കാൻ പോവാണ് മൂന്നാറിൽ വെച്ചിട്ട് മെയ് 3-ാം തീയതി 8:00 രാവിലെ. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഹനീഫദ്ദീൻ തന്നെയാണ് പടം എടുക്കുന്നത്. പിന്നെ നസ്ലനും ഗണപതിയും ലുക്മാനെ കൂടിയിട്ട് ഒരു പടം വരുന്നുണ്ട്, ഖാലിദ് റഹ്മാൻ്റെ. ആ പടം സ്പോർട്സ് കോമഡി ജേണറിൽ വരുന്ന പടമായിരിക്കും എന്നുള്ളത് നെസ്ലെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നല്ല പടം എന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല, അതിൻ്റെ ബോഡി ഫിറ്റ്നസ്സൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് തുടങ്ങേണ്ടായിരിക്കും. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ പടം മെയ് 16-ാം തീയതിയാണ് റിലീസാവുന്നത്. ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കൂടെ ആ പടത്തിലത്തെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ബേസിൽ ജോസഫിൻ്റെ ബർത്ത്ഡേ ആയിട്ട്. ഹാപ്പി ബർത്ത്ഡേ ബേസിൽ, ഇന്ന് നിങ്ങളാണ് ഹീറോ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഹുബലി 2 ഇറങ്ങിയിട്ട് ഇന്നേക്ക് 7 വർഷമായിട്ടുണ്ട്, 7 years ഓഫ് ബാഹുബലി 2. പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, എന്നുള്ളത് കണ്ടവർ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും അഭിനയിക്കുന്ന പടം. ലിജോ ജോസ് ആൻ്റണിയാണ് പടം എടുക്കുന്നത്. ആ പടത്തിന് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പടം 2 മണിക്കൂർ 38 മിനിറ്റാണ് റൺ ടൈം എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ ബുക്കിംഗ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. മെയ് 1-ാം തീയതിയാണ് പടം റിലീസാവുന്നത്. അപ്പോൾ തിയേറ്ററിൽ കുറേ പോസ്റ്റേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3-4 പോസ്റ്റേഴ്സ് ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിലത്തെ ദ വേൾഡ് ഓഫ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക് വീഡിയോ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ലാത്തൊരു ലിറിക് വീഡിയോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ മന്ദാകിനി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല ട്രെയിലറായിട്ടാണ് തോന്നി. നല്ല പടം തന്നെയായിരിക്കും തന്നെ പ്രതീക്ഷിക്കാം. ഇത് മെയ് 24-ാം തീയതിയാണ് റിലീസാകാൻ പോകുന്നത്. പിന്നെ നടികർ എന്ന് പറഞ്ഞാൽ ടോവിനോ തോമസിൻ്റെ പടത്തിൻ്റെ 6 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു, അതേ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്, നല്ല ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ടോവിനോ തോമസിൻ്റെ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ടോവിനോ തോമസിൻ്റെ മുന്നത്തെ തല്ലുമാല എന്ന് പറഞ്ഞ പടം ഒരു കളർഫുൾ പടമായിരുന്നു, അതേമാതിരി കളർഫുൾ പടമായിട്ടാണ് ഇതും തോന്നിയത് ട്രെയിലർ കണ്ടപ്പോൾ. എന്തായാലും 1 million+ വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ട്രെയിലർ. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടത്തിൽ 30% ഈ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പ്രസൻറ്റിലൊക്കെ ആയിട്ട് നടക്കുന്ന സ്റ്റൈലിഷ് ലുക്കായിട്ടുള്ള ആളുടെ കഥയായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. 70% ഹിസ്റ്റോറിക് പോർഷൻ എന്ന് വെച്ചാൽ കങ്കുവ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കൂടുതലും കാണിച്ചെന്നുള്ള ഗ്ലിംസിലൂടെ ഒക്കെ ആളുടെ ക്യാരക്ടർ മാത്രമാണ്, അത് 70% ആയിരിക്കും പടത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആൾക്കാരും ആ കങ്കുവ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ രാമായണം എന്ന് പറഞ്ഞിട്ട് രൺബീർ കപൂറിൻ്റെ അടുത്ത് വരാൻ പോണ പടത്തിൻ്റെ കുറച്ച് സ്റ്റിൽസ് പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ സീതായിട്ട് അഭിനയിക്കുന്നത് സായി പല്ലവിയാണ്. അപ്പോൾ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഇത് സ്റ്റിൽസ് ലീക്കായില്ലാന്ന് തോന്നുന്നുണ്ട്, വലിയ ക്ലിയർ ഒന്നുമില്ല, പക്ഷേ ഒരു സുഖമില്ലാത്ത മാതിരിയാണ് തോന്നിയത്. എന്തായാലും യശാണ് ഇതിൽ രാവണനായിട്ടൊക്കെ വരുന്നത്. പടം നന്നായാൽ മതിയായിരുന്നു.
നമുക്ക് എന്തായാലും സ്റ്റിൽസ് കണ്ടിട്ട് പടം ചീത്ത പോകുന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാസിൻ്റെ അടുത്ത് വരാൻ പോണ പടം മെയ് 9 റിലീസാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷൻ നടക്കണ കാരണം ആ സമയത്ത് റിലീസാവാൻ സാധ്യതയില്ല, മെയ് 30 ഒക്കെ ആവുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ള ഒഫീഷ്യലായിട്ട് ഇവർ പുറത്തു വിട്ടായിരുന്നു. ഇന്നലെ 5 മണിക്കായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു പുതിയ പോസ്റ്റർ കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. ജൂൺ 27 ആയിരിക്കും പടം റിലീസാവുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഒരു ഗംഭീര പോസ്റ്ററാണ്. അമിതാഭ് ബച്ചനും പ്രഭാസും ദീപിക പദുക്കോനും 3 ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്ററായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇവരവിടെ തല്ലുണ്ടാക്കിയിട്ട് ആൾക്കാർ വീണ് എടുക്കുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് പെഡിറ്റ് ചെയ്ത് വെച്ചാൽ അറിയില്ല. എന്തായാലും പോസ്റ്റർ ഒരു ക്വാളിറ്റി ഐറ്റം തന്നെയാണ്. അപ്പോൾ ജൂണിൽ ഇന്ത്യൻ 2 ഉണ്ട്, അതേമാതിരി കൽക്കി 2898 AD ഉണ്ട്, പിന്നെ ടെർബോ എന്ന് പറഞ്ഞ പടം ഉണ്ട്. ഇന്ത്യൻ 2 മിക്കവാറും ജൂൺ 14 ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ടെർബോ പിന്നെ ജൂൺ 13 എന്നുള്ള ഒഫീഷ്യൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് ജൂൺ 27. ഇതിലും കമൽഹാസൻ ഉണ്ട്, ഇന്ത്യൻ 2ലും കമൽഹാസൻ ഉണ്ട്. ഇതിൽ ചെറിയ വേഷമുള്ളൂ എന്തായാലും. അപ്പോൾ ജൂൺ തകർക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ടെർബോയുടെ പോസ്റ്റേഴ്സൊക്കെ UAE ഇപ്പോൾ തിയേറ്ററിൽ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സർദാർ 2 എന്നുവെച്ചാൽ സർദാർ എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തിയുടെ ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ പടത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ പൂജ മെയിൽ നടക്കുമെന്നാണ് കേൾക്കുന്നത്. ജൂണിലൊക്കെ ആയിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങും തുടങ്ങുമെന്ന് കേൾക്കുന്നുണ്ട്. റിലീസ് ചിലപ്പോൾ ഡിസംബറിലോ അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും വരട്ടെ. പിന്നെ തളപതി വിജയുടെ ഗില്ലി എന്ന് പറഞ്ഞ അവിടെ റിലീസായിട്ട് എത്തിയിരുന്നു. അപ്പോൾ ഇത്ര ദിവസമായിട്ട് 17.70 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. കളക്ഷൻ വേൾഡ് വൈഡ് ആയിട്ടാണ്. ഇതുവരെയായിട്ട് റിലീസ് ചെയ്ത പടങ്ങൾ ഇത്ര ഒന്നും എത്തിയിട്ടില്ല, 10 കോടിയുടെ മുകളിലേക്ക് തന്നെ എത്തിയിട്ടില്ല. ഇത് ഫസ്റ്റ് ഡേയിൽ തന്നെ അത്യാവശ്യം കളക്ഷൻ നേടിയതായിരുന്നു. പിന്നെ തളപതി വിജയുടെ ഗോട്ട് എന്നുവെച്ചാൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള വെങ്കട് പ്രഭു കൊടുക്കുന്ന പടം. ആ പടത്തിൻ്റെ അടുത്ത പാട്ട് ജൂണിലുണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ തളപതി വിജയുടെ ബർത്ത്ഡേക്ക് ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്, ജൂൺ 22 ഒക്കെ ആയിട്ട്. എന്തായാലും വരട്ടെ. ഫസ്റ്റ് സിംഗിൾ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു, സെക്കൻഡ് സിംഗിളെങ്കിലും സെറ്റപ്പ് ആക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പടം വെങ്കട് പ്രഭുവിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ആൾ മുന്നേ ചെയ്യാത്ത രീതിയിലുള്ള വല്ലതായിരിക്കും, കാരണം സൈഫർ രീതിയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ DIGing അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും എക്സ്പെരിമെൻ്റൽ പടം എന്ന് പറയുന്നത്. പിന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം Disney+ ഹോട്ട്സ്റ്റാറിലൂടെ മെയ് 3 പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതല്ല, ഇപ്പോൾ മെയ് 5 ആക്കിയിട്ടുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും മെയ് 5 Disney+ ഹോട്ട്സ്റ്റാറിലൂടെ മഞ്ഞുമൽ ബോയ്സ് കളിക്കുക. പിന്നെ ദുൽഖർ സൽമാൻ്റെ അടുത്ത് വരാൻ പോകുന്ന കുറച്ച് പടങ്ങളുണ്ട്. ആ പടങ്ങളിൽ മലയാളത്തിൽ ഒരു പടം നെഹാസ് ഹിദായത്ത് എടുക്കുമെന്നുള്ളത് കൺഫേം ആയ രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. നെഹാസ് ഹിദായത്ത് RDX എന്ന് പറഞ്ഞ പടം എടുത്തായിരുന്നു. എന്നുവെച്ചാൽ ദുൽഖറിൻ്റെ തന്നെ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ പടത്തിൻ്റെ കൂടെ ഇറക്കിയ പടമായിരുന്നു RDX. എന്നിട്ട് RDXനായിരുന്നു വിജയം കരസ്ഥമാക്കാൻ പറ്റിയത്. അപ്പോൾ ആ പടം എടുത്ത ആൾ ദുൽഖർ അയച്ചിട്ട് പടം എടുക്കുമെന്നാണ് കേൾക്കുന്നത്. പക്ഷേ മലയാളത്തിലത്തെ അടുത്ത പടം ഇതാവാൻ ചാൻസ് ഇല്ല, കാരണം ഡിജോ ജോസേൻ്റെനായിട്ടൊരു പടം വരാനുള്ള രീതിയിലും കേട്ടായിരുന്നു. പിന്നെ സൗബിൻ ഷായറിനായിട്ട് ഓൾറെഡി ഒരു പടം അനൗൺസ് ചെയ്ത് വെച്ചായിരുന്നു. അതൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ പടം വരാൻ ചാൻസ്. എന്തായാലും ഇങ്ങനൊരു ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോറി ചെറുതായിട്ട് ആൾ പറഞ്ഞ്, അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട് കൺഫേം ചെയ്തതിനുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. ഷൂട്ടിംഗ് മിക്കവാറും ചിലപ്പോൾ ഈ വർഷം ലാസ്റ്റിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.